ഹായ് കൂട്ടുകാരെ. പണ്ട് 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 എന്ന് വെച്ചാൽ വളരെ പണ്ട്, നമ്മളൊക്കെ ഉണ്ടാകുന്നതിനും വളരെ മുൻപൊരു കാലം. അന്ന് മരങ്ങൾക്കും ചെടികൾക്കും സാധനങ്ങൾക്കുമൊക്കെ പേര് കണ്ടുപിടിക്കുന്നതിന് മുൻപുള്ള ഒരു കാലം. അന്നൊരിക്കൽ ഒരു ഗുരുവും അദ്ദേഹത്തിൻ്റെ കുറേ ശിഷ്യന്മാരും കൂടി ലോകസഞ്ചാരം നടത്തുന്ന സമയം. അങ്ങനെ യാത്ര ചെയ്തവർ വൈകുന്നേരമായപ്പോൾ ഒരു സ്ഥലത്ത് എത്തിച്ചേരുകയും അവിടെ വെച്ച് ആഹാരം പാകം ചെയ്ത് കഴിക്കാനും വിശ്രമിക്കാനും തീരുമാനിച്ചു. കൂട്ടത്തിലൊരു ശിഷ്യൻ ഭക്ഷണം പാകം ചെയ്യുന്ന സമയത്ത് ഗുരുവും ബാക്കി ശിഷ്യന്മാരും കുളിക്കാനും മറ്റുമായി പോയി. ഭക്ഷണം പാകം ചെയ്തുകൊണ്ടിരിക്കുന്ന ശിഷ്യൻ കഞ്ഞി വെച്ചുകൊണ്ടിരുന്നപ്പോൾ അടുത്തു നിന്നിരുന്ന ഒരു ചെടിയിൽ നിന്നും കുറച്ച് കായ്കൾ കഞ്ഞിയിലേക്ക് വീണു. ഭക്ഷണം കൊടുക്കാനായി വിളമ്പുന്ന സമയം കഞ്ഞിയിൽ ചില കായ്കൾ കണ്ട ശിഷ്യൻ ഈ കായ്കളെ പെറുക്കി അടുത്തിരുന്ന മുളംകൊറ്റിയിൽ ഇട്ടുവെച്ചു. അതിനുശേഷം ഗുരുവിനും ശിഷ്യന്മാർക്കും കഞ്ഞി കൊടുത്തു. കഞ്ഞി കുടിച്ച ഗുരുവിനും ശിഷ്യന്മാർക്കും ആകെ ഒരു എരിപൊരി സഞ്ചാരം. ചുണ്ടെരിയുകയും ചെവി ചുവക്കുകയും കണ്ണിൽ നിന്നും വെള്ളം വരികയും ചെയ്ത ഗുരു കാര്യം അന്വേഷിച്ചു. ശിഷ്യൻ വിറച്ചുകൊണ്ട് കാര്യം പറഞ്ഞു. പക്ഷേ ഭക്ഷണത്തിന് മുൻപെങ്ങുമില്ലാത്ത രുചി അനുഭവപ്പെട്ട ഗുരു അതേത് കായാണെന്ന് അന്വേഷിച്ചു. അപ്പോൾ ശിഷ്യൻ മുളയിലിട്ട് വെച്ചിരുന്ന കായെടുത്ത് ഗുരുവിന് കൊടുത്തു. അങ്ങനെ മുളയിലിട്ട് വെച്ചിരുന്ന ആ കായാണ് മുളകായത്, അഥവാ മുളക് ആയത്. കാര്യം ഇതൊരു തമാശക്കഥയാണെങ്കിലും മുളകിൻ്റെ കഥയും ജീവിതവും ഒന്നും അത്ര തമാശയല്ല എന്ന് നമുക്കറിയാം. കാരണം നിത്യജീവിതത്തിൽ മനുഷ്യർ ഇത്രയും ഉപയോഗിക്കുന്ന മറ്റൊരു വസ്തു ഇല്ല എന്നതാണ് സത്യം. മുളകിൻ്റെ കഥ തുടങ്ങുന്നത് അടുത്ത കാലത്തൊന്നുമല്ല. ഏകദേശം 7000 വർഷങ്ങൾക്ക് മുൻപ് തന്നെ നമ്മുടെ മുളകുണ്ടായിരുന്നു എന്നാണ് കരുതപ്പെടുന്നത്. മുളക് ആദ്യമായി കൃഷി ചെയ്തു തുടങ്ങിയത് സൗത്ത് അമേരിക്കയിലും മെക്സിക്കോയിലുമായിരുന്നു. ഇന്ത്യ കണ്ടുപിടിക്കാൻ ഇറങ്ങിയ കൊളംബസ് ചെന്ന് കയറിയ അമേരിക്കൻ നാടുകളിൽ നിന്നും മുളക് പോർച്ചുഗീസിലേക്ക് എത്തുകയും 15ാം നൂറ്റാണ്ടിൽ കുരുമുളക് തേടിയിറങ്ങിയ നമ്മുടെ വാസ്കോ ഡ ഗാമയിലൂടെ ഇന്ത്യയിലേക്ക് എത്തുകയും ചെയ്ത ആളാണ് നമ്മുടെ കുഞ്ഞൻ മുളക്. പോർച്ചുഗീസുകാർ ആദ്യം ഗോവയിലും പിന്നീട് തങ്ങളുടെ അധീനതയിലുണ്ടായിരുന്ന പ്രദേശങ്ങളിലും മുളക് കൃഷി ആരംഭിച്ചു. ക്രമേണ ഇന്ത്യയിൽ മുളക് കൃഷി വ്യാപിക്കുകയും വില കൂടിയ കുരുമുളകിന് പകരമായി ഉപയോഗിക്കാൻ തുടങ്ങുകയും ചെയ്തു. ഇന്ന് ലോക മുളക് ഉൽപാദനത്തിൽ 1ാം സ്ഥാനത്താണ് നമ്മുടെ ഇന്ത്യ. ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ മുളക് ഉൽപ്പാദിപ്പിക്കുന്നത് ആന്ധ്രാപ്രദേശിലാണ്. ആന്ധ്രാപ്രദേശിലെ ഗുണ്ടൂർ മുളക് ലോകത്തിലെ തന്നെ ഏറ്റവും പേരുകേട്ട മുളകിനമാണ്. ലോകത്തിൻ്റെ പല ഭാഗങ്ങളിലേക്കും ഇന്ത്യയിൽ നിന്നും മുളക് കയറ്റുമതി ചെയ്യുന്നുണ്ട്. നമ്മുടെ കുഞ്ഞൻ കാന്താരി മുളക് മുതൽ കാശ്മീരി മുളക് വരെ വളരെ വ്യത്യസ്തങ്ങളായ മുളകിനങ്ങൾ ഇന്ത്യയിലുണ്ട്. ഇതിൽ തന്നെ ആസാം, മണിപ്പൂർ എന്നീ നോർത്ത് ഈസ്റ്റ് സംസ്ഥാനങ്ങളിൽ കാണപ്പെടുന്ന ഭൂത് ജോളോക്കിയ എന്ന ഇനം മുളകാണ് ഇന്ത്യയിൽ ഏറ്റവും എരിവ് കൂടിയ മുളകിനം. പെപ്പർ എക്സ്, കരോളിന റീപ്പർ എന്നീ മുളകിനങ്ങളാണ് ലോകത്തിലെ തന്നെ ഏറ്റവും എരിവ് കൂടിയ മുളകിനങ്ങൾ. ഇപ്പോൾ ട്രെൻഡായിക്കൊണ്ടിരിക്കുന്ന ജോളോ ചിപ്സ് ഉണ്ടാക്കുന്നത് ഈ മുളകിനങ്ങൾ ഉപയോഗിച്ചാണ്. മുളകിൻ്റെ എരിവ് നമ്മൾ എങ്ങനെയാണ് കണക്ക് കൂട്ടുന്നത്? 1912 അമേരിക്കൻ ഫാർമസിസ്റ്റ് ആയിരുന്ന വിൽബർ സ്കോവിലാണ് മുളകിൻ്റെ എരിവ് കണക്കാക്കുന്ന രീതി കണ്ടുപിടിച്ചത്. മുളകിലെ എൻസൈമായ ക്യാപ്സിസിനിൽ അടങ്ങിയിരിക്കുന്ന ക്യാപ്സിനോയിഡിൻ്റെ അളവ് എത്രയെന്ന് കണക്ക് കൂട്ടിയാണ് മുളകിൻ്റെ എരിവ് നമ്മൾ കണക്കാക്കുന്നത്. ഇതിന് SHU അഥവാ സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് എന്നാണ് പറയപ്പെടുന്നത്. സ്കോവിൽ ഹീറ്റ് യൂണിറ്റ് പ്രകാരം ഒരു ക്യാപ്സിക്കത്തിൻ്റെ SHU 0 ആണ്. അതേസമയം പെപ്പർ എക്സ് എന്ന ഏറ്റവും എരിവ് കൂടിയ മുളകിൻ്റെ SHU എന്ന് പറയുന്നത് 26,93,000 ആണ്. നമ്മുടെ കുഞ്ഞൻ കാന്താരിയുടെ SHU എന്ന് പറയുന്നത് 1,75,000. ഇന്ത്യയിലെ ഏറ്റവും എരിവുള്ള ഭൂത് ജോളോക്കിയയുടെ SHU 10 ലക്ഷവുമാണ്. അപ്പോൾ 26,93,000 SHU ഉള്ള
പെപ്പറക്സിന്റെ എരിവ് നിങ്ങൾക്ക് ഊഹിക്കാൻ പറ്റുന്നുണ്ടോ? നമ്മുടെ മുളക് ആള് ചെറുതാണെങ്കിലും ആരോഗ്യ കാര്യത്തിൽ മുൻപന്തിയിലാണുള്ളത്. മുളക് ദഹനരസങ്ങളെ ഉദ്ദീപിപ്പിക്കുകയും ദഹനത്തെ സഹായിക്കുകയും ചെയ്യുന്നു. ഓറഞ്ചിലുള്ളതിനേക്കാൾ കൂടുതൽ വൈറ്റമിൻ സി അടങ്ങിയിരിക്കുന്ന മുളകിൽ വേറെയും ധാരാളം വൈറ്റമിൻ അടങ്ങിയിട്ടുണ്ട്. നമ്മുടെ കുഞ്ഞൻ കാന്താരിയുടെ മിതമായ ഉപയോഗം കൊളസ്ട്രോൾ ഉണ്ടാകുന്നത് ഒരു പരിധി വരെ തടയുന്നതാണ്. മുളക് ചെടിയുടെ ഏറ്റവും വലിയ ശത്രു പക്ഷികളാണ്. എന്തുകൊണ്ടാണ് പക്ഷികൾക്ക് മുളകിൽ നിന്നും എരിവ് അനുഭവപ്പെടാത്തത്? പക്ഷികൾക്ക് സസ്തനികളിൽ നിന്നും വ്യത്യസ്തമായ രുചിമുകുളങ്ങളാണ് ഉള്ളത്. മുളകിലെ എൻസൈമായ ക്യാപ്സിസിൻ തിരിച്ചറിയാനുള്ള മുകുളങ്ങൾ പക്ഷികളുടെ നാവിൽ ഇല്ലാത്തത് കൊണ്ടാണ് പക്ഷികൾക്ക് എരിവ് അനുഭവപ്പെടാത്തത്. മുളക് ചെടികളുടെ വംശം നിലനിൽക്കുന്നതിന് പക്ഷികളുടെ ഈ എരിവില്ലായ്മ ഉപയോഗിക്കുന്നു എന്ന് നമുക്ക് പറയാം. കാരണം പക്ഷികൾ കഴിക്കുന്ന ഈ മുളകിന്റെ വിത്തുകൾ ഒരിക്കലും ദഹിച്ചു പോകില്ല. അതിനാൽ പക്ഷി കാഷ്ടത്തിലൂടെ പുറത്തു പോകുന്ന ഈ വിത്തുകൾ അടുത്ത ചെടിയായി മാറുകയും ഈ പ്രക്രിയ തുടരുകയും ചെയ്യുന്നു. മുളക് ഒരു സെൽഫ് പോളിനേറ്റഡ് അഥവാ സ്വയം പരാഗണം ചെയ്യുന്ന ഒരു ചെടിയാണ്. അതിനാൽ തന്നെ വളരാൻ സാഹചര്യമുള്ള ഏത് മണ്ണിലും ഒറ്റയ്ക്ക് വളരാനും കായ്ഫലം തരാനും കഴിയുന്ന ഒരു സസ്യമാണ് മുളക്. അതുകൊണ്ട് തന്നെ മുളക് എല്ലായിടത്തും സമൃദ്ധമായി വളരുന്നുണ്ട്. മുളക് ആളൊരു വിദേശിയാണെങ്കിലും സുഗന്ധവ്യഞ്ജനങ്ങളിലെ രാജാവായ കുരുമുളക് നമ്മുടെ സ്വന്തം മലബാറിൻ്റെതാണ് എന്നറിയാമോ കൂട്ടുകാരെ? പശ്ചിമഘട്ടത്തിലെ മലനിരകളിൽ ഉണ്ടായതെന്ന് കരുതപ്പെടുന്ന നമ്മുടെ സ്വന്തം കുരുമുളക് ദക്ഷിണേന്ത്യയിൽ പ്രത്യേകിച്ച് കേരളത്തിലാണ് ഏറ്റവും കൂടുതൽ കൃഷി ചെയ്തിരുന്നത്. ഈ അമൂല്യ വസ്തു തേടിയാണ് വിദേശികൾ കടൽ മാർഗവും കരമാർഗവും ഇന്ത്യയിലേക്ക് എത്തിയതും കേരളത്തിൻ്റെ തലവര മാറ്റിമറിച്ചതും. പണ്ട് റേഡിയോയിൽ കുരുമുളകിൻ്റെ വിലവിവരം പറയുമ്പോൾ കേട്ടിരുന്ന ഒരു പേരാണ് തലശ്ശേരി ഗാർബിൾഡ് എന്നത്. ഇതേ തലശ്ശേരി കുരുമുളകാണ് ലോകത്തിലെ ഒട്ടുമിക്ക വില കൂടിയ ഭക്ഷണ പദാർത്ഥങ്ങളിലും ഉപയോഗിക്കുന്നത് എന്ന കാര്യം നിങ്ങൾക്ക് അറിയാമോ? അപ്പോൾ ഇനിയുള്ള വിശേഷവുമായി വീണ്ടും കാണാം. ബൈ.